ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി കണവത്തോരൻ ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ കൂന്തൽ എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻറ്റ് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്കധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കണവ അഥവാ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിങ് രൂപത്തിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിതിന് മുന്നേ കണവ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ മുന്നാണ്. അത് ഞാൻ റിങ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല കമൻസൊക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മേലെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പോർഷൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നാണ് 1/2 കിലോ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. ഇത്ര ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 9 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. ഇന്ത്യൻ ഗാർലിക്കാണ് കേട്ടോ, വലിയ ഉണ്ട നല്ല തടിയുള്ള ഗാർലിക്കല്ല, ഇന്ത്യൻ ഗാർലിക്ക്, ചെറിയ ഗാർലിക്കാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വെളുത്തുള്ളിയാണ് ഇഞ്ചിനേക്കാളും അല്പം കൂടുതൽ എടുത്തിരിക്കണത്, എന്നാലാണ് ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വരിക. ഒരല്പം നേരം ഒരു 15-20 സെക്കൻഡ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരും. അന്നേരത്തേക്ക് നമുക്കൊരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സവാള അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നീളത്തിലാണ് അരിഞ്ഞിരിക്കണേ. എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ആഡ് ചെയ്യാം. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ. ശരിക്കും കണവത്തോരനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/2 ടീസ്പൂണിൽ താഴെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇത്രയും, അതായത് ഈ ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് ചെറിയ തോതിൽ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് വാറ്റാം. പക്ഷേ എന്നാലിപ്പോൾ നമ്മൾ റോസ്റ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിൽ സവാള വഴണ്ട് വരും. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, നോർമൽ മുളക് പൊടി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒന്നും കൂടി പോകണ്ട കേട്ടോ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ചതച്ചാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. കുരുമുളക് ഞാനിവിടെ 1 ടീസ്പൂൺ ആണല്ലോ ചേർക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടാം കേട്ടോ. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു എരിവ് ഉണ്ടാവും. ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അതിനുശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കണവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു മസാലയുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണവയിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൊത്തം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായ ഒരു ഉപ്പ് മതിയാകും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണവ വെന്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കണവ ശരിക്കും നമുക്ക് 2 രീതിയിൽ വേവിക്കാം കേട്ടോ. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ കുക്കിങ്ങിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു 2-3 മിനിറ്റൊക്കെ മീൻ വേവിച്ച് നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ട. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 20-25 മിനിറ്റോളം കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളൊരു ടൈമിലാണ് നമ്മൾ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കണവ ശരിക്കും റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഒന്നുകിൽ നിങ്ങൾ 2-3 മിനിറ്റ് മാത്രം വേവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കി വെള്ളമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എഗെയിൻ അടച്ചു വെക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ ചിലർക്ക് കുടംപുളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടാവും തോരനകത്ത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളിയൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 90% വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങാപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിനകത്തുള്ള വെള്ളവും എല്ലാം കൂടിയിട്ടൊന്ന് വറ്റി വരുന്ന രീതിയിൽ കുക്ക് ചെയ്യാൻ പോകണം കേട്ടോ.
ഒരു 7-8 മിനിറ്റും കൂടി വേവിച്ചാൽ മതിയാവും. കണവ നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണവ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തവി വെച്ച് തൊടുമ്പോഴത്തേക്ക് അതങ്ങ് മുറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുളക് പൊടി ഒന്നും ആഡ് ചെയ്യരുത്. അല്പം കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കണവത്തോരൻ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ ഇനി അടുത്ത തവണ കണവ അല്ലെങ്കിൽ കൂന്തൽ നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ. അത് മറക്കണ്ട. അത് മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.